മരണം ഒരു കാമുകിയെപ്പോലെ ജീവിതത്തിൻ്റെ ആരംഭങ്ങൾ മുതൽ ജീവിതത്തിൻ്റെ അവസാനങ്ങൾ വരെ അത് നമ്മളോടൊട്ടി നിൽക്കും. ഒടുവിൽ ഭൂമിയിൽ നാം നെയ്തെടുത്ത ജീവിതത്തിൻ്റെ സകല നേട്ടങ്ങളെയും നിഷ്പ്രഭമാക്കി മാറ്റി നമുക്ക് മുന്നിൽ അതൊരു പുതിയ ലോകത്തെ വരച്ചുവെക്കും. ഭൂമിയിൽ നേടിയതെല്ലാം ആർക്കു വേണ്ടിയായിരുന്നു എന്നും എന്തിനു വേണ്ടിയായിരുന്നു എന്നും നാം ശങ്കിച്ചു നിൽക്കവേ മരണം നമ്മളോട് ചോദിക്കും, ഭൂമിയുടെ മഴക്കാറുകളൊന്നും ഒരിക്കലും നിനക്ക് വേണ്ടി കാത്തുനിന്നിരുന്നില്ലല്ലോ എന്ന്. ഭൂമിയുടെ വേനലും വർഷവും വസന്തവും ശീതവും, ഭൂമിയുടെ വെളിച്ചവും വൈകുന്നേരങ്ങളും അന്ധകാരങ്ങളും, ഭൂമിയുടെ കാറ്റും ഇടിമുഴക്കങ്ങളും സംഗീതങ്ങളും ഒന്നും ഒരിക്കലും നിനക്ക് വേണ്ടി കാത്തുനിന്നിരുന്നില്ലല്ലോ എന്ന്. പിന്നെ ആരാണ് ഭൂമിയിൽ നീ നേടിയെടുത്തതെല്ലാം നിനക്ക് ശേഷം നീ ഉദ്ദേശിക്കുന്നവർക്ക് താങ്ങും തണലുമായി മാറുമെന്ന് നിന്നോട് പറഞ്ഞത് എന്ന്? നൂറ്റാണ്ടുകൾക്കും ഇപ്പുറം മാനവചരിത്രത്തിലെ ഒരു തത്വശാസ്ത്രത്തിനു മുന്നിലും തലകുനിക്കാതെ ശവകുടീരങ്ങളിൽ നിത്യവിശ്രമം കൊള്ളുന്നവർക്കു മീതെ, ശവകുടീരങ്ങൾക്കു മുകളിൽ മരണം ജീവനോടെ നമ്മെ നോക്കി നിൽക്കുമ്പോൾ അവയ്ക്കു മുന്നിൽ ഒരു നിമിഷം എല്ലാം മറന്ന് നാം നിശബ്ദരാകും. തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ചിന് മുന്നിലൂടെ കടന്നുപോകുന്ന ഓരോ മനുഷ്യനും ദേവാലയത്തിനു ചുറ്റും നിരന്നു നിൽക്കുന്ന ഈ ശവകുടീരങ്ങളെ നോക്കി സ്വന്തം ജീവിതത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും അർത്ഥങ്ങളെക്കുറിച്ചും വ്യാകുലനാകാതെ ഒരിക്കലും കടന്നുപോകുവാൻ കഴിയുകയില്ല. CSI ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ആരാധനാ ചരിത്രം ആരംഭിക്കുന്നത് 1817 മുതലാണ്. അന്ന് ഇവിടെ ഒരു ആരാധന ഇല്ലായിരുന്നു എങ്കിലും ആംഗ്ലിക്കൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാസത്തിൽ ഒരു പ്രാവശ്യം ആരാധന നടക്കുന്നുണ്ടായിരുന്നു. ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ഒരു കൊച്ചു പട്ടണം മാത്രമായിരുന്നു. 1893 ജനസംഖ്യാ വിവരമനുസരിച്ച് 27,887 ആളുകൾ മാത്രമായിരുന്നു തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. കിഴക്കേക്കോട്ടയുടെ ചുറ്റുമായി ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പട്ടണം മാത്രമായിരുന്നു തിരുവനന്തപുരം പട്ടണം. മറ്റു ഭാഗങ്ങളെല്ലാം കുന്നുകളും കല്ലുകളും കാടുകളും പാടങ്ങളും പുറമ്പോക്കുകളുമായി കിടന്നിരുന്നു. 1855 വരെ അടിമ സമ്പ്രദായവും ഇവിടെ നിലനിന്നിരുന്നു. എന്നാൽ സകല ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് എല്ലാവർക്കും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത മിഷണറിമാരുടെ ത്യാഗോജ്വലമായ പാരമ്പര്യമാണ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ തുടക്കവും പാരമ്പര്യവും. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം മലയാളികളും തമിഴരും ബ്രിട്ടീഷുകാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹം ആത്മാർത്ഥമായിട്ടിവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തിരുവിതാംകൂർ ഗവൺമെൻറ്, അന്നത്തെ യുവരാജാവ്
നമ്മുടെ ഈ ആരാധനയ്ക്കും ദേവാലയത്തിനും വേണ്ടി ഒരു പ്രത്യേക നീട്ട് എഴുതുകയും അതനുസരിച്ച് ഈ പള്ളിയും അതിൻ്റെ പരിസരവും ആംഗ്ലിക്കൻ ദേവാലയത്തിനു വേണ്ടി അവരെ നൽകുകയും ചെയ്തു. ഈ ദേവാലയം 1858 കല്ലിടുമ്പോൾ അന്നത്തെ യുവരാജാവും ഇതിൽ പങ്കാളിയായിരുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മിഷണറിമാർ വെളിച്ചം കൊണ്ടുവരുന്നവരാണ് എന്നുള്ള ഒരു ചിന്ത അവരെ ഭരിച്ചിരുന്നത് കൊണ്ട് അവർ വിദ്യാഭ്യാസത്തിനും സുവിശേഷീകരണത്തിനും മുൻതൂക്കം നൽകുന്ന ഈ മിഷണറിമാരോട് അടുപ്പം കാണിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. തിരുവനന്തപുരത്തെ വിദേശീയരും തദ്ദേശീയരുമായ ആംഗ്ലിക്കൻ ക്രിസ്ത്യാനികളുടെ സ്വന്തമായി ആരാധനയ്ക്കായൊരിടം എന്ന അനേക കാലത്തെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 1858 തറക്കല്ലിടുകയും 1859 ആരാധനയ്ക്കായി തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്ത ദേവാലയമാണ് ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് കേരള സംസ്ഥാനത്തിൻ്റെ നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ച്. ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു സഭ കൂടിയാണ് ക്രൈസ്റ്റ് ചർച്ച് ഉൾപ്പെടുന്ന CSI സഭ. തോമസ് അപ്പോസ്തലൻ്റെ വരവോടുകൂടി AD 52 തന്നെ ക്രിസ്തുമതം ഇവിടെ ആരംഭിച്ചു അല്ലെങ്കിൽ തുടങ്ങി എങ്കിലും യേശു ക്രിസ്തുവിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സഭയിൽ വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ, സഭ ഛിന്നഭിന്നമാകുന്ന ഒരു സമയം വന്നപ്പോൾ ഇവിടുത്തെ ആംഗ്ലിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന മക്കാളയോട് ഇവിടുത്തെ ക്രൈസ്തവ സഭ ആവശ്യപ്പെട്ടു, ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടെ വരണം എന്ന്. അങ്ങനെ ഹെൽപ്പിംഗ് മിഷൻ അല്ലെങ്കിൽ സഹായ മിഷൻ എന്നുള്ള പേരിൽ ബ്രിട്ടീഷുകാർ കേരളത്തിലെ ക്രൈസ്തവ സഭയെ സഹായിക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നു. അവർ വന്ന് സുവിശേഷത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്തു. വേദപുസ്തകവും അതിൻ്റെ തർജ്ജമയും ഒക്കെയും മാതൃഭാഷയിലേക്ക് കൊണ്ടുവന്നത് ഈ ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ മിഷണറിമാരാണ്. ആംഗ്ലിക്കൻ മിഷണറിമാരിലൂടെ വേദപുസ്തകത്തിൻ്റെ തർജ്ജമ ലഭിക്കുകയും വേദപുസ്തകം എല്ലാ ആളുകൾക്കും ലഭ്യമാകുകയും ചെയ്തപ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ആളുകൾ മനസ്സിലാക്കുവാൻ തുടങ്ങി. യഥാർത്ഥത്തിലുള്ള സുവിശേഷം മനസ്സിലാക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ ആംഗ്ലിക്കൻ സഭയോട് ഇവിടെയുള്ള ക്രൈസ്തവ സഭയിലെ ജനങ്ങൾ ആഭിമുഖ്യം കാണിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനം ഇനിയും ഇവിടെ വേണ്ട എന്ന് മാവേലിക്കരയിൽ ചേർന്ന സഭയുടെ സിനഡ് തീരുമാനിക്കുകയും മിഷണറിമാർ ഈ ക്രൈസ്തവ സഭയിലുള്ള സേവനം വിട്ടിട്ട് പുറത്തുള്ള ആളുകളോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളും പുറജാതികൾ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളും സമൂഹത്തിൽ താഴേക്കിടയിലിടുന്ന ആളുകളും ഈ പുതിയ വിശ്വാസത്തിലേക്ക് വരികയും അങ്ങനെ ഒരു ചർച്ച് മിഷണറി സൊസൈറ്റി അല്ലെങ്കിൽ CMS സഭ എന്ന പേരിൽ ആംഗ്ലിക്കൻ സഭ ഇവിടെ രൂപവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ആദ്യകാലത്ത് തിരുവനന്തപുരത്ത് കുടിയേറി പാർത്ത ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ആംഗ്ലിക്കൻ ക്രിസ്ത്യാനികളായിരുന്നു. അവരെല്ലാവരും തന്നെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഭാഗവുമായിരുന്നു. അതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ ഇംഗ്ലീഷിലും തമിഴിലും മാത്രമായിരുന്നു പ്രാർത്ഥനകൾ നടന്നിരുന്നത്.
എന്നാൽ വിശ്വാസികളുടെ വർദ്ധിച്ചുവന്ന ആവശ്യത്തെ തുടർന്ന് 1877 മലയാളത്തിലും സർവീസുകൾ ആരംഭിക്കുകയുണ്ടായി. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വിദേശീയരായ വിശ്വാസികൾ ഇല്ലാതാവുകയും കാലാന്തരത്തിൽ തമിഴ് ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വിവിധങ്ങളായ ആവശ്യാർത്ഥം തിരുവനന്തപുരത്തേക്ക് കുടിയേറി പാർത്ത സുറിയാനി ക്രിസ്ത്യാനികൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹമായി മാറുകയും ചെയ്തു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് മിലിറ്ററി ആളുകൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ആരാധനയെ ഉദ്ദേശിച്ചാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുവാനിടയായത്. ഇതിൻ്റെ നിർമ്മാണത്തിന് സ്ഥലം തിരുവിതാംകൂർ മഹാരാജാവ് സൗജന്യമായി നൽകിയത്, കരം ഒഴിവായി സൗജന്യമായി നൽകിയ ഭൂമിയാണ്. അതുപോലെ തന്നെ പള്ളിയുടെ കൺസ്ട്രക്ഷന് സംഭാവനയായും ടിമ്പറൊക്കെ ആയിട്ട് രാജകുടുംബത്തിൽ നിന്ന് കൈയഴിച്ച് സഹായം ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതിന് ശേഷം ആദ്യമായിട്ടിത് തമിഴ് മലയാളം ആരാധനയ്ക്കായിട്ട് അവർ വിട്ടുകൊടുക്കുകയാണുണ്ടായത്. മധ്യ കേരള മഹായിടവകയിൽ നിന്ന് ധാരാളം ആളുകൾ തിരുവനന്തപുരത്ത് ജോലിയായിട്ട് വന്ന് താമസിക്കുകയും അവർ തുടർന്ന് ഈ പള്ളി അവരുടെ ആരാധനാലയമായിട്ട് ഉപയോഗിച്ചു വരികയും ചെയ്യുകയാണ്. ഇവിടുത്തെ അംഗങ്ങളിലധികവും മധ്യ കേരള മഹായിടവകയുടെ അംഗങ്ങളായിട്ട് മധ്യ തിരുവിതാംകൂറിൽ താമസിക്കുന്നവരുടെ തലമുറക്കാരാണ്. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് ഇന്നും ഈ പള്ളി CSI മധ്യ കേരള മഹായിടവകയുടെ കീഴിൽ ആണ് പ്രവർത്തിച്ചു വരുന്നത്. തെക്കൻ കേരള മഹായിടവകയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിലാണെങ്കിലും ഈ പ്രത്യേക പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ സിനഡ് തന്നെ ഇത് മധ്യ കേരളയുടെ ഭാഗമായിട്ട് ഒരു അംഗമായിട്ട് തുടരുന്നതിന് അനുവാദം നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ 3 മിഷണറി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. തിരുവനന്തപുരത്തിന് തെക്ക് LMS എന്ന് പറയുന്ന ലണ്ടൻ മിഷണറി സൊസൈറ്റിയും, തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ചർച്ച് മിഷണറി സൊസൈറ്റി എന്ന് പറയുന്ന CMS മിഷനും, എറണാകുളം മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെ ബാസൽ മിഷൻ എന്ന് പറയുന്ന ജർമ്മൻ സുവിശേഷ സംഘടനയും പ്രവർത്തിച്ചു. ഇങ്ങനെ 3 മിഷണറി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒരുപോലെ പ്രവർത്തിക്കുകയുണ്ടായി. എന്നാൽ 1947 ആയപ്പോഴേക്കും ഈ സഭകളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ സഭ എന്ന പേരിൽ രൂപവൽക്കരിക്കപ്പെട്ടു. അതുകൊണ്ട് CSI സഭയുടെ ജന്മദിനം എന്ന് പറയുന്നത് 1947 സെപ്റ്റംബർ 27 ഭാരതത്തിലെ പുരാതന ക്രൈസ്തവ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ മിഷണറിമാരാൽ അവരുടെ സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട് ഈ പുതിയ സഭയിലേക്ക് വന്ന് ചേരുകയുണ്ടായി. അതുകൊണ്ട് ബ്രിട്ടീഷുകാരാണ് അക്ഷര വെളിച്ചം ഇവിടെ കൊണ്ടുവന്നത്, വേദപുസ്തകം നമുക്ക് നൽകിയത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ വരവ് ഒരു വിധത്തിൽ പലരും ന്യായീകരിക്കുന്നില്ലെങ്കിലും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിൻ്റെ ഫലമായിട്ട് കേരളത്തിന് ഉണ്ടായ ആത്മീയവും ഭൗതികവുമായ ഉയർച്ച എടുത്ത് പറയത്തക്കതാണ്.
ഈ സഭയുടെ പള്ളിക്ക് ചുറ്റുപാടുമാണ് ശവക്കോട്ട അല്ലെങ്കിൽ സിമിട്രി കാണുന്നത്. ഇവിടെ ഒന്ന് പരിശോധിച്ചാൽ ബ്രിട്ടീഷ് ആധിപത്യം നടക്കുന്ന കാലം മുതൽ അന്ന് ഇവിടെ വന്നിട്ടുള്ള അനേകം ആളുകൾ ഇവിടെ തന്നെ മരിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ട്. അവരെ അടക്കിയിരിക്കുന്ന വളരെ മനോഹരമായ സെമിത്തേരി CSI ക്രൈസ്റ്റ് ചർച്ചിന് മാത്രം അവകാശപ്പെട്ടതാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ബ്രിട്ടീഷ് മിഷണറിമാരും സ്ത്രീ പുരുഷ പൈതങ്ങൾ എന്നീ ക്രമത്തിൽ തന്നെ ഇവിടെ ധാരാളം ആളുകളെ അടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 155 വർഷം പഴക്കമുള്ള ഈ ആലയത്തിൽ അനേകം ആളുകൾ ജാതി മത ഭേദം കൂടാതെ അടക്കുന്നതിന് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് മറ്റ് ഒരു ദേവാലയത്തിനോടും ചേർന്ന് സിമിത്തേരി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ബ്രിട്ടീഷ് ആളുകൾ മാത്രമല്ല, തദ്ദേശീയരായിട്ടുള്ള ആളുകളും ശവസംസ്കാരത്തിന് വേണ്ടി ഇവിടെ വരികയും അവരെ ഇവിടെ അടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ മനോഹരമായ ദേവാലയത്തിന് ചുറ്റും മനോഹരമായ ഒരു ശവക്കോട്ടയുണ്ട്. അനേകം ആളുകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. വെള്ളക്കാർ ആരാധന നടത്തിക്കൊള്ളുന്ന ഒരു ചർച്ചാണ്. അപ്പോൾ ഈ ചർച്ച് 1852 നവംബർ 15 സ്റ്റാർട്ടിങ്. ഇപ്പം 154 വർഷത്തോളമായി ചർച്ചിൽ. ഞാനിവിടെ സ്റ്റാഫായിട്ട് 28 വർഷത്തോളം സ്റ്റാഫായിട്ട് ജോലി ചെയ്യാണ്. ഇവിടെ ഒരു മധ്യകേരള ഡയസ് കോട്ടയത്താണ് എൻ്റെ ബിഷപ്പ്. ഇപ്പോൾ കോട്ടയംകാർ, ചങ്ങനാശ്ശേരി, തിരുവല്ലക്കാർ ഇവരൊക്കെയാണ് ഇവിടെ ആരാധനയ്ക്ക് വരുന്നത്, മലയാളീസ്. അപ്പോൾ അവരെല്ലാം ഇവിടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നവരാണ്. പല പല ഓഫീസുകളിൽ വർക്ക് ചെയ്ത് അവരുടെ കുടുംബമായിട്ട് താമസിക്കുകയൊക്കെ ചെയ്തു, സ്വന്തം വീടൊക്കെ വെച്ച് താമസിക്കുക. കേരളത്തിലെ ആദ്യത്തെ ആംഗ്ലിക്കൻ ദേവാലയമായ CSI ക്രൈസ്റ്റ് ചർച്ച് സന്ദർശിക്കാനായി വിദേശത്തു നിന്നും വിനോദസഞ്ചാരികൾ വരാറുണ്ട്. അവരുടെ കേരളത്തിലുള്ള അവരുടെ സന്ദർശനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഈ ദേവാലയം അവരെ ഏറ്റവും അധികം ആകർഷിക്കുന്നു. വിദേശീയരായിട്ടുള്ള മിഷണറിമാരുടെ ശവകുടീരങ്ങളും മറ്റും ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവരതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പലരും എത്താറുണ്ട്. അതുമാത്രമല്ല, ദേവാലയത്തിൻ്റെ മനോഹാരിതയും പുറത്തും അകത്തുമുള്ള അതിൻ്റെ മനോഹാരിത അവരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ആയിരത്തി 1956 ക്രൈസ്റ്റ് ചർച്ച് CSI സഭയുടെ മധ്യകേരള മഹാ ഇടവകയുടെ ഒരു ഭാഗമായി മാറി. ഇന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മറ്റും ഇവിടെ എത്തിച്ചേരുന്ന വിദേശികൾ ക്രൈസ്റ്റ് ചർച്ചിൽ ആരാധനയ്ക്കായി എത്തിച്ചേരാറുണ്ട്. തങ്ങളുടെ പൂർവികരെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറകൾക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവം അവർ നിൽക്കാറുണ്ട്.
ഞങ്ങളിവിടെ കല്ലറ കുഴിവെട്ടി കെട്ടി പൂശി കഴിഞ്ഞ് പിന്നെ മരിക്കുമ്പോൾ നമ്മൾ കല്ലറ കെട്ടിയിട്ട് മരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ബോഡി പള്ളി മുറ്റത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് എടുത്ത് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ശേഷമേ ബോഡി പുറത്ത് ഇറക്കി പള്ളിയിലെ ഇവിടെ ഇത് ശവകുടി അവിടെ കൊണ്ട് ഇവിടെ കുഴിവെട്ടിനടുത്തുകൊണ്ട് അടക്കം ചെയ്ത് ഞങ്ങൾ സ്ലാപ്പിട്ട് മൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകും. ഇതുവരെയുള്ള സമയത്ത് നോക്കുമ്പോൾ 49 കൊല്ലം കൊണ്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50-ന് ഒരു കൊല്ലം ഉള്ളൂ. പിന്നെ എൻ്റെ ചെറിയ പ്രായം 17 വയസ്സിൽ കയറിയതാണ്. ഇപ്പോൾ എനിക്ക് 66 വയസ്സായി. പിന്നെ അന്നേരം ഞാൻ ഈ കല്ലറ ആദ്യം എൻ്റെ ഫാദറായിരുന്നു AC ശാമ്പൂൽ എന്ന് പറയുക. പുള്ളിയായിരുന്നു ഇവിടുത്തെ കപ്പിയാരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ കമ്മിറ്റിക്കാർ ഇവിടെ കല്ലറ പുറത്തു നിന്ന് വന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കല്ലറ തന്നെത്താനെ പൊട്ടിയ അടിയിലോട്ട് പോയി. അവർ ചെറിയ ലോ കോസ്റ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഇത് മേലെ എത്ര എമൗണ്ട് വേണമെങ്കിലും മേടിച്ച് ചെയ്യാം. പക്ഷേ അന്ന് കമ്മിറ്റി പാസ്സാക്കിയാണ് ഈ കപ്പിയാരെന്ന വ്യക്തിയെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയുടെ ആയിരുന്നുകൊണ്ട് ഞാൻ ആ വർക്ക് മാത്രം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കല്ലറയാണെങ്കിൽ പൗരാണികമായി കല്ലറയിൽ ധാരാളം ബ്രിട്ടീഷ് ഓഫീസർമാരെ അടക്കം ചെയ്തിട്ടുണ്ട്. അവരുടെ ഇന്നത്തെ തലമുറ അവർ പിൻവാങ്ങിയ പിതാമഹരെയൊക്കെ കാണുന്നതിനായിട്ട് കൂടെ പള്ളി സന്ദർശിക്കാറുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ഇവിടെ ടൂറൊക്കെ വരുന്ന സാഹിബന്മാർ ധാരാളം പേര് ഈ ആരാധനയിൽ രാവിലെ വന്ന് സംബന്ധിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കിയ കല്ലറ കാണുകയും അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യാറുണ്ട്. ഏതോ ഒരു കാലഘട്ടത്തിൽ ജനിച്ച് ഏതോ ഒരു കാലഘട്ടത്തിൽ വളർന്ന് ഏതോ ഒരു കാലഘട്ടത്തിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്ന ജീവിതങ്ങൾ. ആയുസ്സിൻ്റെ പാനപാത്രത്തിൽ നിന്നും കുടിച്ചു തീർത്ത ജീവിതത്തിൻ്റെ സകല കാലഘട്ടങ്ങൾക്കും അപ്പുറത്ത് ഒരു പ്രത്യയ ശാസ്ത്രത്തിനും അളക്കുവാൻ കഴിയാത്തത്ര ആഴങ്ങളിൽ വച്ച് പുഴുവിനും കീടങ്ങൾക്കും വേണ്ടി മാത്രമായി മാറ്റിവെക്കപ്പെടുന്ന ശരീരങ്ങൾ. നാം എന്തായിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. നാം എന്തായി തീരുമെന്നും നമുക്കറിഞ്ഞുകൂടാ. ഭൂമുഖം നമുക്കായി വെച്ചു നീട്ടുന്ന ജീവിതത്തിൻ്റെ തുച്ഛമായ കാലഘട്ടങ്ങളെ കടന്ന് സകല ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും അടർത്തി മാറ്റി നിത്യതയുടെ വാതായനങ്ങൾ തുറന്ന് നാം അനശ്വരതയെ ശ്വസിച്ചെടുക്കുമ്പോൾ ഭൂമിയിൽ നാം ബാക്കി വെച്ച് കടന്നുപോയവർ ആരെങ്കിലും എന്നെങ്കിലും എന്തിനെങ്കിലും നമ്മെ ഓർക്കുമോ എന്നുപോലും നമുക്കറിഞ്ഞുകൂടാ. മരണം അങ്ങനെയാണ്. അവസാനത്തെ സംഗീതവും ആലപിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി കഴിയുമ്പോൾ, അനശ്വരതയുടെ ശവപ്പെട്ടിയിൽ ഏകമായി കിടന്നുറങ്ങുമ്പോൾ, ഇനിയൊരിക്കലും കാണാതിരിക്കുവാൻ ശവകുടീരങ്ങൾക്ക് മുകളിൽ ഭൂമിയുടെ മൂടുപടങ്ങൾ നിരത്തിവെക്കപ്പെടുമ്പോൾ, അതിനും മുകളിൽ മറവിയുടെ മാർബിൾ പാളിയെ വിരിച്ചിടുമ്പോൾ, മാമരങ്ങൾ തണൽ വിരിക്കുന്ന പാതയോരത്ത് ജീവനറ്റ് കൊഴിഞ്ഞു വീണ ഗൗതലങ്ങൾക്ക് താഴെ ഇനിയൊരിക്കലും ഭൂമിയുടെ പച്ചപ്പുകളിലേക്ക് മടങ്ങി വരാതെ എന്നേക്കുമായി മണ്ണോട് മണ്ണായി അലിഞ്ഞു ചേരുമ്പോൾ ഒരേ ഒരു പ്രത്യാശ മാത്രമല്ലേ ബാക്കി നിൽക്കൂ? ക്രിസ്തു മാത്രം.